2 Peter chapter 1 verse 1 to 11. പത്രോസ് എഴുതിയ 2-ാം ലേഖനത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 1 തുടങ്ങി 11 വാക്യം. മ്യൂട്ടാണ്, അൺമ്യൂട്ടായില്ല. പത്രോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 1 മുതൽ 2-ാം ലേഖനം 1-ാം അധ്യായം 1 തുടങ്ങി 11. യേശുക്രിസ്തുവിന്റെ ദാസനും അപ്പോസ്തലനുമായ ശീമോൻ പത്രോസ്, നമ്മുടെ ദൈവത്തിന്റെയും രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെയും നീതിയാൽ ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നത്. ദൈവത്തിന്റെയും നമ്മുടെ കർത്താവായ യേശുവിന്റെയും പരിജ്ഞാനത്തിൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ. തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ശക്തി ജീവനും ഭക്തിക്കും വേണ്ടുന്നത് ഒക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. അവയാൽ അവൻ നമ്മുടെ വിലയേറിയും അതിമഹത്വവുമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് അവകാശികളായി തീരുവാൻ ഇടവരുന്നു. അത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോടെ വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോടെ ഇന്ദ്രിയജയവും, ഇന്ദ്രിയജയത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സഹോദരപ്രീതിയും, സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുവീൻ. ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നു എങ്കിൽ നിങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലരും ആയിരിക്കയില്ല. അവയില്ലാത്തവനോ കുരുടനത്രേ, അവൻ ക്രിസ്തുദൃഷ്ടിയുള്ളവനും തന്റെ മുമ്പിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നവനും തന്നെ. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പീൻ. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നിത്യ രാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇവിടെ യേശുക്രിസ്തുവിന്റെ ദാസനും അപ്പോസ്തലനുമായ ശീമോൻ പത്രോസ്, നമ്മുടെ ദൈവത്തിന്റെ രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ നീതിയാൽ ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നത്. ഹല്ലേലൂയ. ഇവിടെ എഴുതിയിട്ടുണ്ട്, അവൻ നീതീകരിക്കപ്പെട്ടവർക്ക് എഴുതുകയാണ് ആരാ? പത്രോസ്. ഹല്ലേലൂയ. യേശു കർത്താവിന്റെ ശിഷ്യൻ, അപ്പോസ്തലൻ, കർത്താവിന്റെ കൂടെ തന്നെ അവൻ ഉണ്ടായിരുന്ന ശിഷ്യനായിരുന്ന പത്രോസ്. ഹല്ലേലൂയ. ശീമോൻ പത്രോസ് എഴുതുന്നതാണ്. അത് ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നു. അപ്പൊ ഹല്ലേലൂയ. അപ്പൊ പത്രോസ് ഇവിടെ എഴുതിയിരിക്കുന്ന പത്രോസിനും ഹല്ലേലൂയ കൂടെ യേശു കർത്താവിന്റെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാർക്ക് ലഭിച്ചതുപോലെയുള്ള അതേ വിലയേറിയ വിശ്വാസം തന്നെ നമുക്ക് ഓരോരുത്തർക്കും ലഭിച്ചിരിക്കുന്നു. അപ്പൊ നമ്മുടെ വിശ്വാസം വിലയേറിയതാണ്. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് ലഭിച്ചിരിക്കുന്ന നീതീകരണം, ഹല്ലേലൂയ, അവർക്കൊക്കെ ദൈവം പകർന്നതുപോലെ അവരുടെ മേൽ പകർന്ന ആത്മാവിനെ തന്നെയാണ് നമ്മുടെ മേൽ അവർക്ക് മേലുള്ള വിശ്വാസം തന്നെ നമ്മുടെ മേലുള്ള അവരെ നീതീകരിച്ച പോലെയാണ് നമ്മളെ നീതീകരിച്ച്. ഹല്ലേലൂയ. ഞാൻ ഇന്നലെ പറയാനിടയും, പണ്ട് എനിക്കത് 2020 തോന്നുന്നുണ്ട്, കർത്താവിനോട് ചില ക്വസ്റ്റ്യൻസ് ചോദിച്ചു. അതിനകത്ത് ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഹല്ലേലൂയ. അതിപ്പോ ഈ പത്രോസിന്റെ ലേഖനം വന്ന പത്രോസിന്റെ ഈ വാക്യം വായിച്ച് വീണ്ടും എന്നെ ദൈവം ഓർപ്പിക്കുന്നു. ഹല്ലേലൂയ. കാരണം അന്ന് ഞാൻ ചോദിച്ചു, കർത്താവ് അപ്പോസ്തല പ്രവൃത്തിക്കകത്ത് ആമേൻ കർത്താവ് പത്രോസിന്റെ മുമ്പിലേക്ക് കടന്നു ചെന്ന് വ്യാജം പറഞ്ഞ അനന്യാസും സഫീറയും ആ സ്പോട്ടിൽ മരിച്ചു വീണല്ലോ. അപ്പൊ ഇന്ന് എന്തുകൊണ്ട് അത് സാധിക്കുന്നില്ല? ഹാലിയ. ഇന്ന് എന്തുകൊണ്ട് അങ്ങനെ നടക്കുന്നത്? ആൾക്കാർ മരിക്കണമെന്ന് ആഗ്രഹം കൊണ്ടല്ല. ഹാലിയ. ഒരു വ്യാജം പറഞ്ഞൊരു വ്യക്തി മരിച്ചു വീണപ്പോ അവിടെ എഴുതിയിട്ടുള്ള സഭയിൽ ഭയങ്കര അവർക്ക് എല്ലാവർക്കും ഭയമായി. കാരണം വെച്ചാൽ അവർ ദൈവത്തെ അതുപോലെ ഭയപ്പെട്ട് അങ്ങനെ ഒരു കാര്യം നടന്നു. അത് ഇന്ന് നടക്കുകയാണെങ്കിൽ ഹാലിയ, ഇന്ന് ആൾക്കാർ കള്ളത്തരവും കപടതയും ഹാലിയ, വഞ്ചനയും ചതിയും ഹല്ലേലൂയ ആമേൻ പാപവും ഒക്കെ വിട്ടുമാറും. ഹല്ലേലൂയ. കാരണം അന്നത്തെ കാലത്ത് ഹാലിയ സഭയോട് ചേർന്ന് നിന്നവര് ദൈവത്തെ ഭയപ്പെട്ട പോലെ അല്ല, അത് പുറത്തു നിന്നവരും അനേക ദൈവത്തെ ഭയപ്പെട്ടായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് ദൈവഭയം എവിടെയോ പോയിരിക്കുന്നു. ഇന്ന് ജനങ്ങൾക്കെല്ലാം ഹല്ലേലൂയ ദൈവത്തിന് ആമേൻ ഈ ക്രിസ്തീയ ജീവിതം അല്ല വിശ്വാസ ജീവിതം ഒരു കോംപ്രമൈസിങ് മെന്റാലിറ്റിയുടെ കടന്നു പോകുന്നതിന്റെ കാരണം ദൈവ ഭയം ഇല്ലാത്തത് കൊണ്ടാണ്. പക്ഷെ ദൈവം അന്ന് എന്താ പറയാ, അന്ന് അത്തരം അത് ഞാൻ ചോദിക്കാൻ കാര്യവും, ഒരു ദൈവദാസൻ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു ഹല്ലേലൂയ, അദ്ദേഹത്തിന്റെ വചനത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്,
അന്നത്തെ ദൈവം ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. ഹല്ലേലൂയ. ദൈവം ഇങ്ങനെ എന്താ പറയാ, അന്നൊരു അടി കൊടുക്കും. പക്ഷെ ഇന്നത്തെ ദൈവം ഭയങ്കര നമുക്ക് കൃപയിലായതുകൊണ്ട് ദൈവം നമ്മളെ ആ കൃപയെ നിർത്തിയേക്കുന്നത് കൊണ്ടാണ് അങ്ങനെ വരാത്തതെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അന്നത്തെ ദൈവം ഇന്നത്തെ ദൈവം എന്ന് ദൈവത്തിന് പ്രത്യേകതയില്ല. നമ്മുടെ ദൈവം ഗതിഭേദങ്ങൾ ആച്ഛാദനം വരുത്തില്ല. ദൈവം ഇന്നലെയും ഇന്നും എന്നും എന്നേക്കും അനന്യനായിരിക്കുന്ന ഒരേ സ്വഭാവത്താൽ. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന് മനുഷ്യന്റെ പോലെ സ്വഭാവം മാറ്റാൻ കഴിയത്തില്ല. ദൈവത്തിന്റെ ക്യാരക്ടർ ദൈവത്തെ ത്യജിക്കാൻ കഴിയയില്ല. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് ദൈവത്തിനൊരു മാറ്റം വന്നിട്ടില്ല. അപ്പൊ പരിശുദ്ധാത്മാവോട് ഞാൻ ചോദ്യം ചോദിച്ചു. പരിശുദ്ധാത്മാവ് എന്നോട് മറുപടി പറഞ്ഞത്, ഹല്ലേലൂയ, അന്നത്തെ ആത്മാവ് തന്നെയാണ് ഇന്നുള്ള ആത്മാവ്. ഹല്ലേലൂയ, എല്ലാം ശരിയാണ്. പക്ഷേങ്കില് അന്ന് പത്രോസിന്റെ മേൽ വ്യാപരിച്ച പോലെ ഹല്ലേലൂയ വ്യാപരിക്കാൻ പറ്റിയ ഒരു ശരീരം ഇന്നില്ല. പത്രോസിന്റെ മേൽ പരിശുദ്ധാത്മ ഫുൾനെസ്സോടു കൂടി വ്യാപരിച്ചു. ആ പത്രോസിന്, കാരണം പത്രോസ് പെന്തക്കോസ്ത് നാളിൽ മാളികമുറി പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിച്ച പത്രോസ് ആള് മാറിയവനായി. എന്ത് വേണ്ടാന്ന് വെച്ചാൽ പത്രോസിൻ്റെതായ ഉണ്ടാകുന്ന ജഡീക സ്വഭാവങ്ങളെല്ലാം അവിടെ വെച്ച് പത്രോസിന് നഷ്ടപ്പെട്ട. പക്ഷേ അതെല്ലാം വിട്ടുകളഞ്ഞു. പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണ കൺട്രോളിലേക്ക് ഇവരെല്ലാം ആകെത്തീരും. അമ്മീൻ സ്തോത്രം. എന്ന് വെച്ചാൽ അവരതുപോലെ അവരുടെ ശരീരത്തെ അവര് ഏൽപ്പിച്ചു കൊടുത്തു എന്നുള്ള. ഇന്ന് നമ്മുടെ ശരീരങ്ങളെ നമ്മൾ വിട്ടുകൊടുക്കുന്നില്ല, നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുന്നില്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഇന്ന് പരിശുദ്ധാത്മ അതുപോലെ വ്യാപരിക്കാത്തത്. അപ്പൊ അതിന് കാരണം ദൈവത്തിന്റെ കുഴപ്പമല്ല, മനുഷ്യരുടെ സ്വഭാവം. മനുഷ്യരൊരിക്കലും ദൈവത്തിന് അതുപോലെ വിട്ടുകൊടുക്കാത്തതുകൊണ്ട് ദൈവത്തിന് അതുപോലെ വ്യാപരിക്കാൻ കഴിയും. നമ്മൾ വേറെ വായിക്കുന്ന വചനത്തിൽ പത്രോസ് നടന്നു വന്ന് 7 തട്ട് രോഗികൾ സൗഖ്യമായി. അപ്പൊ പത്രോസിന്റെ മേൽ വ്യാപരിച്ച പരിശുദ്ധാത്മാവ് നിറവ് എത്രയാണെന്ന് മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. പിന്നെന്തുകൊണ്ടാ നമ്മളൊക്കെ നടന്നിട്ടും നമ്മളൊക്കെ കണ്ടിട്ട് ഒരു രോഗി സൗഖ്യമാ, ഒരു ഭൂതം വിട്ടുമാറൊക്കെ ചെയ്യാത്തതിന്റെ കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിലൂടെ അതുപോലെ ശക്തി വ്യാപരിക്കുന്നില്ല. പലയിടത്തും അധിക ശക്തി, പവർ എന്നൊക്കെ പറയുന്നെങ്കിലും അവരിന്ന് അതുപോലെ വ്യാപരിക്കുന്നെങ്കിൽ അവർ ഇറങ്ങി പുറത്ത് ജാതികൾക്കിടയിലേക്ക്, ജനത്തിന്റെ ഇടയിലേക്ക് അവർ നടക്കുമ്പോൾ അത് മാനിഫെസ്റ്റ് ചെയ്യും. അത് അറിയാൻ പറ്റും. ഇന്നത് മാനിഫെസ്റ്റ് ആകുന്നില്ല. ഇന്ന് ജനം തിരിച്ചറിയുന്നില്ല. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിലൂടെ അതുപോലെ ദൈവശക്തി വ്യാപരിക്കാത്തത് കൊണ്ടും അത് ജനം കാണത്തക്ക രീതിയിൽ അത് മാനിഫെസ്റ്റ് ആകാത്തത് കൊണ്ടുമാണ്. മാനിഫെസ്റ്റ് ആകണമെങ്കിൽ ഞാൻ പറയപ്പോഴും നിറഞ്ഞ് കവിഞ്ഞാൽ മാത്രമേ ഒഴുകത്തോളൂ. നമ്മുടെ മേലുള്ളത് നമുക്ക് തന്നെ തികയാത്തൊരവസ്ഥയിലൂടെ പോകുന്നത് കൊണ്ടാണ് അത് മാനിഫെസ്റ്റ് ആകാത്തത്. ഹല്ലേലൂയ. അത് മാനിഫെസ്റ്റ് ആകണം. അപ്പൊ അന്ന് പത്രോസിന്റെ മേൽ ഉണ്ടായിരുന്ന വ്യാപരിച്ച ശക്തി, പത്രോസിന് മുമ്പിൽ ഒരാൾക്ക് വ്യാജം പറഞ്ഞ് നിൽക്കാൻ കഴിയാത്തത്ര ശക്തിയോടെ അത് വ്യാപരിച്ചെങ്കിൽ പത്രോസിന്റെ ശരീരത്തിൽ അതുപോലെ ജഡത്തിന്റെ സ്വഭാവങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ് ആ പെന്തക്കോസ്ത് നാളിൽ മാളികമുറിയിൽ ആള് മാറിയവനായി പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിച്ച പത്രോസിന്റെ മേൽ ജഡത്തിന്റെ ഒരു സ്വഭാവം പിന്നീട് ഉണ്ടായിരുന്നില്ല. പത്രോസ് അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം പത്രോസ് ആള് മാറി. കാരണം പഴയ പത്രോസ് ഭയമുള്ളതായിരുന്നു, പേടിയുള്ളതായിരുന്നു, എടുത്തുചാട്ടമുള്ളതൊക്കെ. പക്ഷേ എന്താ പറയുക, അഭിഷേകം പ്രാപിച്ച പത്രോസ് നമ്മൾ കാണണം ഭയങ്കര ധൈര്യശാലിയായിട്ട് അവരുടെയൊക്കെ മുമ്പിൽ നിന്നിട്ട് അവര് ഇനി ഈ മാർഗത്തെക്കുറിച്ച് സംസാരിക്കുമെന്ന് പത്രോസ് പറഞ്ഞു. നിങ്ങൾ മനുഷ്യരെയൊക്കെ ദൈവത്തെക്കാട്ടും ഇവരെ മനുഷ്യരെ ഭയപ്പെടേണ്ട കാര്യമുണ്ടോ എന്ന് വെച്ചാൽ അവര് അടിയൊക്കെ കൊണ്ടിട്ട് സന്തോഷത്തോടെ അവര് പോയെന്ന് അവിടെ എഴുതിയേക്കുന്നത്. കാരണം അത്രയ്ക്ക് വലിയ അവരുടെ ജീവിതത്തിൽ ഭയങ്കര മാറ്റം. നമ്മുടെയൊക്കെ ജീവിതങ്ങളെ, നമ്മുടെയൊക്കെ ശരീരങ്ങളെ, നമ്മുടെ ജഡത്തെ നമ്മൾ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ പരിശുദ്ധാത്മ ശക്തി അന്ന് വ്യാപരിച്ച പോലെ ഇന്നും വ്യാപരിക്കും. ജനത്തിന് ഭയം വരണം. ജനത്തിന് ഉള്ളിൽ ഭയം, ദൈവത്തോടുള്ള ഭയം വരണം. എന്ന് വെച്ചാൽ ഭയത്തോട് ദൈവത്തെ ഭയപ്പെടാനുള്ളതാണെന്നല്ല പറഞ്ഞു. പക്ഷേ ദൈവം എപ്പോഴും നമ്മുടെ അപ്പനാണെങ്കിലും ഇന്ന് പലർക്കും നമ്മുടെ പിതാവാണ് ദൈവം എന്ന് പറയുമ്പോൾ ശരിയാണ്, പിതാവാണ്, അതേസമയം സ്വർഗസ്ഥനായ ദൈവവുമാണ്. ആ പിതാവ് സർവത്തെ ചമച്ച അഖിലാണ്ടത്തോടെ ദൈവം നമ്മുടെ പിതാവായി മാറിയത് നമുക്ക് സന്തോഷമാണ്. പക്ഷേ അതേ സമയത്ത് ആ ദൈവത്തിന് കൊടുക്കേണ്ട ബഹുമാനം കൊടുക്കുന്ന പലർക്കും ദൈവത്തിന് നിൽക്കുന്നുണ്ട്, ദൈവത്തെ റെസ്പെക്ട് ചെയ്യാൻ അറിയത്തില്ല. പല പുതിയ ആൾക്കാരൊക്കെ ദൈവത്തെ നമുക്ക് നമ്മൾ വിളിക്കുമ്പോൾ അപ്പാന്ന് വിളിക്കും. ഇവിടെ ഓരോ സ്ഥലത്ത് എഴുതുന്ന സമയത്ത് പാട്ടുകളിലൊക്കെ നമ്മൾ പലയിടത്തും പല വേർഡ് ചിലപ്പോൾ നീ എന്നൊക്കെ എഴുതുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരിക്കലും കാണരുത് ദൈവത്തെ. ദൈവം എപ്പോഴും ദൈവം തന്നെയാണ്. ആ മര്യാദയും ബഹുമാനവും ആ ഭയവും ഭക്തിയും എല്ലാം ദൈവത്തും ഉണ്ടായിരിക്കണം. അത് ഇന്ന് പലർക്കും നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അത് മടങ്ങി വരണം. ദൈവത്തെക്കുറിച്ച് ഭയം വേണം ഉള്ളിൽ. പണ്ട് ഇസ്രായേൽ ജനം ദൈവത്തിന്റെ നാമം ഇന്നും യഹൂദന്മാർ യാഹെന്ന് എഴുതാൻ വേണ്ടി യാഹ്വേന്ന് പൂർണ്ണമായി എഴുതാൻ വേണ്ടി അവർ ഭയപ്പെടും. അവർ ഉച്ചരിക്കാൻ പോലും ഭയപ്പെടുന്ന പക്ഷേ നമ്മൾ ഇന്ന്
ഭയമില്ലാതായിപ്പോയി. ഹാലലൂയ. അതുകൊണ്ട് ആമേ പത്രോസപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്ന അതേ അവർക്ക് ലഭിച്ചത് ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക്, അപ്പം നമുക്ക് ലഭിച്ചതും അവർക്ക് ലഭിച്ചതും രണ്ട് വിശ്വാസമല്ല, ഒരേ വിശ്വാസം. അത് വിലയേറിയ വിശ്വാസമാണ്. നമുക്ക് അതുപോലെ ആയിത്തീരാൻ പലപ്പോഴും സാധിക്കുന്നില്ല. കാരണം അതെന്തുകൊണ്ടാ വെച്ചാൽ നമ്മുടെ കുഴപ്പമാണ്, ദൈവത്തിന്റെ കുഴപ്പമല്ല, വചനത്തിന്റെ കുഴപ്പമല്ല, നമ്മുടെ കുഴപ്പമാണ്. ഹല്ലേലൂയ. അത് പറയാം, ദൈവത്തിന്റെയും നമ്മുടെ കർത്താവ് യേശുവിന്റെയും പരിജ്ഞാനത്തിൽ നിങ്ങൾക്ക് കൃപയും സമാധാനം വർദ്ധിക്കുമാറ്. അപ്പൊ ദൈവത്തിന്റെയും നമുക്ക് കർത്താവ് യേശുവിന്റെയും പരിജ്ഞാനത്തെ, അപ്പൊ ദൈവിക പരിജ്ഞാനം നമ്മൾ ഉണ്ടെങ്കിലാണ് നമുക്ക് കൃപയും സമാധാനവും ഉണ്ടാകുന്ന. വർദ്ധിച്ചു വരികയുള്ളൂ. കാരണം ദൈവിക പരിജ്ഞാനം പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങളുള്ളതാണ്. ജ്ഞാനത്തിന്റെ വചനം, പരിജ്ഞാനത്തിന്റെ വചനം. ഹല്ലേലൂയ. അപ്പൊ പരിജ്ഞാനം എന്നുള്ളത് ദൈവത്തിന്റെ കൃപ, പരിശുദ്ധാത്മ കൃപാവരങ്ങൾ ഒന്നുള്ളതാണ്. ഗിഫ്റ്റ് ഓഫ് ഹോളി സ്പിരിറ്റ് ഉള്ളതാണ്. ഇത് നമ്മൾക്ക് ഉണ്ടായി വന്നാൽ മാത്രമേ കൃപയും സമാധാനം വർദ്ധിക്കത്തോളൂ. നമ്മൾ പോകുന്ന സിറ്റുവേഷൻസ് എത്ര വേഴ്സ്റ്റ് ആണെങ്കിലും, നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങൾ എത്ര മോശമാണെങ്കിലും, നമ്മൾ ദൈവിക പരിജ്ഞാനം നമ്മൾ ഉണ്ടെങ്കിൽ നമ്മൾ കൃപയാലായിരിക്കും, സമാധാനത്തിലായിരിക്കും. അല്ലാത്തവർക്ക് എപ്പോഴും എന്തൊക്കെ ലോകത്തിൽ ഉണ്ടെന്ന് പറയാം, അവർക്ക് സമാധാനം ഉണ്ടാകത്തില്ല. പലപ്പോഴും ഒരുപാട് കാശുള്ള പല ആൾക്കാരും പറഞ്ഞു കേൾക്കാറുണ്ട്, സമാധാനമില്ല, അവർക്ക് ഒന്ന് ഉറങ്ങാൻ കഴിയുന്നില്ല. പക്ഷെ അതൊക്കെയാണ് നമ്മളിവിടെ 10ന്റെ കാശില്ലേലും ഉറക്കത്തിനൊന്നും ഒരു കുറവില്ല. ചേട്ടന് കടന്ന അപ്പൊ ഉറങ്ങും, സ്വസ്ഥമായ ഉറക്കം ദൈവം തരുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പൊ ഒന്നിനെ കുറിച്ച് ഒരുപാട് വിചാരമൊന്നുമില്ല. അപ്പൊ കൃപയും സമാധാനവും ഒക്കെ ഉണ്ടാകുന്ന വെച്ച് കഴിഞ്ഞാല് അതൊക്കെ ദൈവത്തിന്റെ ഗിഫ്റ്റ് ആണ്. അത് നമുക്ക് ലഭിക്കുന്നത് എവിടുന്ന? ദൈവത്തിൽ നിന്ന്, കർത്താവ് യേശുക്രിസ്തുവിൽ നിന്ന് അത് ലഭിക്കുന്നത്. അത് ഉണ്ടായി വർദ്ധിക്കുമാറട്ടെ. അപ്പൊ ലഭിച്ചിട്ടുള്ളവരാണ്. പക്ഷെ അത് വർദ്ധിച്ച് ഏത് ബുദ്ധിയെയും കഴിയും ദൈവിക സമാധാനം നമ്മുടെ ഉള്ളങ്ങളിൽ വസിക്കണം. അപ്പൊ ഒരു ബുദ്ധിക്കും അതിനെ അടക്കാൻ കഴിയത്തില്ല. ഒരു ബുദ്ധിക്കും അതിനെ കൺട്രോൾ ചെയ്യാൻ കഴിയാത്തവണ്ണം പൂർണ്ണ സമാധാനത്തിൽ നമ്മൾ ആകുവാൻ തക്കണം. അത് വർദ്ധിച്ച് വരണം. നമ്മൾ കർത്താവിനെ, ദൈവത്തെ എത്രത്തോളം നമ്മൾ രുചിച്ചറിയുന്നു എന്നനുസരിച്ചിരിക്കും നമ്മൾ ആ സമാധാനം വർദ്ധിച്ചു വരുന്നത്. അടുത്ത പറയുന്നത്, തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെ നമുക്ക് ദാനം ചെയ്തിരിക്കുന്നു. അപ്പൊ തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ. അപ്പൊ നമ്മളെ വിളിച്ചത് ആരുടെ മഹത്വത്താലും വീര്യത്താലും വിളിച്ചത്? നമ്മളെ വിളിച്ച ദൈവത്തിന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചിരിക്കുന്നത്. നമ്മുടെ കഴിവിനും മിടുക്കിനും അനുസരിച്ചല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ദൈവം നമുക്ക് പകരുന്നതും അത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട. അപ്പൊ ദൈവത്തിന്റെ മഹത്വത്തിന് അനുസരിച്ച് നമുക്ക് ദൈവത്തിന്റെ ശക്തി നമ്മുടെ മേൽ പകരുന്നത്. അടുത്തടുത്ത് പറയുന്നുണ്ട്, പലയിടത്തും പറയുന്നുണ്ട്. ഇത് പലയിടത്ത് പറയുന്നത്, നമ്മൾ എപ്പോഴും പറയുന്നത് ആമേ നിന്റെ ദൈവവും നമ്മുടെ ബുദ്ധിമുട്ടൊക്കെ തന്റെ മഹത്വത്തിന്റെ ദിനത്തിനത്തോളം ക്രിസ്തുവേശു പൂർണ്ണമായി തീർത്ത്. അപ്പൊ ദൈവം എല്ലാം ചെയ്യുന്നത് നമ്മുടെ മഹത്വത്തിനനുസരിച്ചല്ല, ദൈവത്തിന്റെ മഹത്വത്തിനനുസരിച്ചാണ്. നമ്മളിവിടെ ഭൂമിയായിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ സ്റ്റാറ്റസിനനുസരിച്ച് ചെയ്യാറുണ്ടല്ലോ. നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ നമ്മുടെ ഒരു സ്റ്റാറ്റസിനനുസരിച്ച്, അല്ലെങ്കിൽ നമ്മൾ വിളിക്കുന്നതിന്റെ സ്റ്റാറ്റസിനനുസരിച്ചൊക്കെ നമ്മൾ പ്രവർത്തിക്കാം. പക്ഷേ ഇവിടെ ദൈവത്തിന്റെ മഹത്വത്തിനനുസരിച്ച്, ദൈവത്തിന്റെ മഹത്വം കൊണ്ട് ഭൂമി മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വത്താൽ സ്വർഗം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു. ഇതാണ് വചനം പറഞ്ഞത്. അപ്പൊ ദൈവത്തിന്റെ മഹത്വത്തിന് ഹല്ലേലൂയ അളവില്ല. അപ്പൊ ആ അളവില്ലാതെ അമ്മ അത്രക്കോളം നിൽക്കുന്ന ആ മഹത്വത്തിനനുസരിച്ച് ദൈവം നമുക്ക് അടുത്ത പറയുന്ന മഹത്വത്തിൽ വീര്യത്താൽ, ദൈവത്തിന്റെ വീര്യം ഹല്ലേലൂയ, അത് ആർക്ക് പറയാൻ പറ്റും? ആ മഹത്വത്താലും വീര്യത്താലും. എന്നിട്ട് അത്രയും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ. ദൈവം വിളിച്ചവന്റെ പരിജ്ഞാനം, നമ്മുടെ പരിജ്ഞാനമല്ല, ദൈവത്തിന്റെ പരിജ്ഞാനത്താൽ. ദൈവത്തിന്റെ പരിജ്ഞാനത്തെക്കുറിച്ച്, ജ്ഞാനത്തെക്കുറിച്ചൊക്കെ പറയുന്നെങ്കിൽ ആ ജ്ഞാനത്തെക്കുറിച്ച് ഒന്നറിയണമെങ്കിൽ സദൃശ്യവാക്യങ്ങൾ 8-ാം അധ്യായം വായിച്ചു. ഈ ഭൂമിക്ക് അടിസ്ഥാനമിട്ടവൻ, ഭൂമണ്ഡലത്തെ സ്ഥാപിച്ച് സകലത്തിന് ആർക്കിടെക്റ്റ് ആ ജ്ഞാനം അല്ലെങ്കിൽ ആ പരിജ്ഞാനം അത് പരിശുദ്ധാത്മ അല്ലെ കർത്താവ് യേശുക്രിസ്തുവിനുള്ള ആ പരിജ്ഞാനത്താലാണ് നമ്മളെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെ നമുക്ക് ദാനം. അപ്പം ദൈവത്തിന്, അപ്പൊ വിളിച്ച ദൈവത്തിന്റെ വലിപ്പം നമ്മൾ ആദ്യം അറിയണം. ആ ദൈവത്തിന്റെ പരിജ്ഞാനത്തിനനുസരിച്ച് നമ്മൾക്ക് ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. ഹല്ലേലൂയ. ഇവിടെ പറയുന്നത് അവന്റെ ദിവ്യശക്തി, ആ ദൈവത്തിന്റെ ശക്തി, ദിവ്യശക്തി, ആ ശക്തിയെ കുറിച്ച് ദിവ്യശക്തി എന്ന്, ആ ശക്തി, ആ പവർ ഹല്ലേലൂയ ഒന്നും കൊണ്ട് ഇവിടത്തെ നമ്മൾ പറയും
പരിശുദ്ധാത്മ ശക്തിയെ പറയും സുനാമി പവറിനെ കട്ടിയിട്ട് വലിയ പവർ. ആ ശക്തി ഒന്ന് അടിച്ചപ്പോഴാണ് എന്താ പറയാ, മരിച്ച് കല്ലറയ്ക്കുള്ളിലായിരുന്ന കർത്താവ് യേശു ക്രിസ്തു കല്ലറയൊക്കെ ഭേദിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേറ്റു. ആമീൻ. ആ ശക്തി ഒന്ന് വ്യാപരിച്ചപ്പോഴാണ് പാഴും ശൂന്യമായി കിടന്ന ഭൂമി ഹല്ലേലൂയ ആമീൻ ഇന്ന് നമ്മൾ കാണുന്ന പോലെ മനോഹരമായ ഭൂമിയാക്കി മാറ്റപ്പെട്ടു. എവിടെയൊക്കെ ഹാലിൽ ആ ശക്തി തൊട്ടിട്ടുണ്ടോ, ആ ശക്തി വ്യാപരിച്ചിട്ടോ അവിടെയെല്ലാം ചരിത്രം മാറിയിട്ടുണ്ട്. നമ്മുടെ മേൽ പെന്തക്കോസ്താളിൽ കൂടിയിരുന്നവരുമേൽ ആ ശക്തി ഒന്ന് വന്ന് തൊട്ടു. ഹല്ലേലൂയ. അപ്പോഴത്തേനൊരു പുതിയ യുഗം ഹല്ലേലൂയ ആമേൻ. ആ ഒരു പുതിയ നിയമം ഹല്ലേലൂയ ആമേൻ. പുതിയ നിയമം ഇസ്രായേൽ ഹല്ലേലൂയ അവിടെ ഒരു ജനം ഒരു പുതിയ ആമേൻ ഹല്ലേലൂയ ആമേൻ ശുശ്രൂഷയുടെ തുടക്കം വന്ന് ഹല്ലേലൂയ നമ്മൾ ഇന്ന് കാണുന്ന ഹല്ലേലൂയ ആമേൻ അന്ത്യകാല ഉണർവിന് തുടക്കമായത് എവിടെ പെന്തക്കോസ്ത് മാളിക മുറിയിൽ കൂടിയിരുന്നവരും പരിശുദ്ധാത്മ ശക്തി വന്നപ്പോഴാണ്. പരിശുദ്ധാത്മ ശക്തി എവിടെയൊക്കെ വന്നിട്ടുണ്ട്, എവിടെയൊക്കെ ടച്ച് ചെയ്യുന്നു അവിടെ എല്ലാം ഹല്ലേലൂയ ആമേൻ. അവിടെ നമുക്ക് പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്ത നമ്മുടെ ശരീരങ്ങളിലൊക്കെ ഇടയ്ക്ക് നമ്മൾ അനുഭവിക്കാറുണ്ട് ഹല്ലെ. ആ സമയത്തൊക്കെ നമുക്കറിയാം അല്ലേ ഹല്ലേലൂയ. ആ ശക്തിയോടൊപ്പം പറയേണ്ട മറ്റൊന്നില്ല ഹല്ലെ. ആ ശക്തി ഹല്ലേലൂയ ആ ദിവ്യശക്തിയാണ് നമുക്ക് എന്താ ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെ നമുക്ക് ദാനം ചെയ്തിരിക്കുന്നു. അപ്പൊ നമ്മുടെ ജീവനും നമ്മുടെ ഭക്തിക്കും വേണ്ടിയതെല്ലാം ദാനം ചെയ്യാമെന്നല്ല ചെയ്തിരിക്കുന്നുവല്ലോ. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ അത് ഉപയോഗിച്ചാൽ മതി. നമുക്ക് വേണ്ടതൊക്കെ ദൈവം ഓൾറെഡി തന്നു കഴിഞ്ഞു. നമ്മളിപ്പോഴും തായെ പറഞ്ഞുകൊണ്ടിരിക്കുന്നെങ്കിലും ദൈവം തന്നു കഴിയും. പക്ഷെ ഇത് നമ്മൾ ഹല്ലേലൂയ ആമേ അത് നമ്മൾ മനസ്സിലാക്കി അതിനെ നമ്മൾ ആമേ ഉപയോഗിക്കും. അല്ലെങ്കിൽ നമ്മൾ ഒരു വെള്ളത്തിൽ കിടക്കുന്ന സ്പോഞ്ച് അത് സോക്ക് ചെയ്യുമ്പോൾ അത് വെള്ളം മൊത്തം വലിച്ചെടുക്കുന്ന പോലെ ഹല്ലേലൂയ നമ്മൾ ഇനി നമുക്കുള്ളതെല്ലാം കൂടെ ഓൾറെഡി ഉണ്ട്. അതിനെല്ലാം നമ്മള് പിക്ക് ചെയ്താൽ മതി, മാത്രം മതി ഹല്ലേലൂയ. അത് നമുക്ക് എങ്ങനെ ചൂസ് ചെയ്യണമെന്ന് വെച്ചാൽ അത് പരിശുദ്ധാത്മാവിൽ തന്നെ പറ്റത്തുള്ളൂ ഹല്ലേലൂയ. കാരണം അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിലൂടെ ജാതികളായി നമുക്ക് വരുന്നത് ആത്മാവെന്ന വാഗ്ദത്തത്താൽ നമ്മൾ പ്രാപിച്ചിരിക്കുന്നു ഹല്ലേലൂയ. അപ്പൊ ആ വാഗ്ദത്തത്തെ നമുക്ക് തന്നിരിക്കുന്നു. കാരണം അതുകൊണ്ട് യേശു കർത്താവ് പറഞ്ഞേ നിങ്ങൾ പിതാവിങ്കിൽ നിന്ന് കേട്ട വാഗ്ദത്തം ഹല്ലേലൂയ പ്രാപിക്കണം ഹല്ലേലൂയ. വാഗ്ദത്തം എന്താ വെച്ചാൽ പരിശുദ്ധാത്മാവാണ് ആ വാഗ്ദത്തം. ആ പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തത്തിലൂടെ മാത്രമേ നമുക്ക് അബ്രഹാമിനോട് പറഞ്ഞ 2000+ വാഗ്ദത്തങ്ങൾ പ്രാപിച്ചെടുക്കാൻ നമുക്ക് കഴിയുന്നു. അപ്പൊ പരിശുദ്ധാത്മാവാണ് നമ്മുടെ ചാനൽ ഹല്ലേലൂയ നമുക്ക് അതുകൊണ്ടാണ് ദൈവം ഇതിനകത്ത് പറയുന്നത്, സുവിശേഷങ്ങൾ പറയുന്നല്ലോ ആമീൻ. നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുന്നു എങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് എത്രയധികം തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ നൽകും. നമ്മുടെ മക്കൾ അപ്പം ചോദിച്ചാൽ നമ്മൾ അപ്പം കൊടുക്കും, മീൻ ചോദിച്ചാൽ മീൻ കൊടുക്കും, മുട്ട ചോദിച്ചാൽ മുട്ട കൊടുക്കും. കർത്താവിനോട് ചോദിച്ചാൽ കർത്താവ് പരിശുദ്ധാത്മാവിന്. ഇത്രയുള്ള വ്യത്യാസം ഹല്ലേലൂയ. നമ്മൾ പരിശുദ്ധാത്മാവിലൂടെ വേണം നമുക്ക് വേണ്ട സകലതും ഹല്ലേലൂയ പിടിച്ചെടുക്കാനായിട്ട് ഹല്ലേലൂയ. നമ്മൾ ആമി സ്വന്തമാക്കാൻ. കാരണം അബ്രഹാമിനോട് ഞാൻ നേരത്തെ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള നമ്മുടെ ഗ്രൂപ്പുള്ളവർക്ക് എല്ലാവർക്കും അറിയാം കാരണം അബ്രഹാമിനോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ മുഴുവൻ ന്യായപ്രമാണവുമായി ബന്ധിക്കപ്പെട്ടിരുന്നു. ന്യായപ്രമാണം മുഴുവൻ സ്വന്തമാക്കാൻ ഹല്ലേലൂയ ന്യായപ്രമാണം മുഴുവൻ നിവർത്തിക്കുന്ന മനുഷ്യനുള്ളതാണ് ഹല്ലേലൂയ ദൈവത്തിന്റെ ആ വാഗ്ദത്തങ്ങളെല്ലാം. മനുഷ്യനായി പിറന്ന ആർക്കും ന്യായപ്രമാണം മുഴുവൻ നിവർത്തിക്കാൻ കഴിയയില്ലായിരുന്നു. പക്ഷേങ്കില് ദൈവം തന്നെ മനുഷ്യരൂപത്തിൽ വന്ന് ഹല്ലേലൂയ കർത്താവ് യേശു ക്രിസ്തു ന്യായപ്രമാണം മുഴുവൻ നിവർത്തിച്ചു. സകലം നിവർത്തിയായെന്ന് പറഞ്ഞ ആ അനുഗ്രഹത്തെ മുഴുവൻ സ്വന്തമാക്കിയ ബ്ലെസ്സിങ് എന്നിട്ട് അത് നമുക്ക് തന്നു കഴിഞ്ഞു. പരിശുദ്ധാത്മാവ് എന്നുള്ള ഏക വാഗ്ദത്തത്തിലൂടെ പുതിയ സഭയ്ക്ക് തന്നിരിക്കുകയാണ്. ഇപ്പൊ നമുക്കാണ് ആ വാഗ്ദത്തങ്ങളെല്ലാം അബ്രഹാമിന്റെ അനുഗ്രഹം മുഴുവൻ വന്നിരിക്കുന്നത് നമ്മുടെ മേലെ. പക്ഷെ ഇന്ന് നമുക്ക് പലർക്കും അത് എൻജോയ് ചെയ്യാനും ഉപയോഗിക്കാനും കഴിയുന്നില്ല. കാരണം നമുക്ക് ആ പരിജ്ഞാനം തരാത്തത് കൊണ്ടും പരിശുദ്ധാത്മാവിലൂടെ മാത്രമേ ഇതെല്ലാം സ്വന്തമാക്കാൻ കഴിയുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാകാത്തതും നമ്മൾ പല രീതിയിലും പല വഴിയിലൂടെയും പല മാർഗത്തിലൂടെ അതൊക്കെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഒരിക്കലും അത് സ്വന്തമാകുന്നില്ല. നമ്മുടെ അനുഗ്രഹം അല്ല ഓൾറെഡി. അതുകൊണ്ട് ഇനി നമുക്ക് ദൈവം തരാൻ ഒന്നുമില്ല. നമ്മൾ ദൈവത്തോട് തരണേ എന്ന് പറയുമ്പോൾ കർത്താവ് എന്ന് പറയുമ്പോൾ നീ ഓൾറെഡി തന്നു കഴിഞ്ഞു ഹല്ലേലൂയ. ഇതെല്ലാം നിന്റെ ചുറ്റുമാണ്. നിന്റെ കണ്ണ് തുറക്കണം, നിന്റെ ആത്മക്കണ്ണ് തുറക്കണം. നീ അത് പ്രാപിച്ചെടുത്താൽ മാത്രം മതി എന്ന് ഹല്ലേലൂയ ദൈവം നമ്മളോട് പറയും ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് ഇവിടെയും പറഞ്ഞിരിക്കുന്ന ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. അത് ഓൾറെഡി നമുക്ക് തന്നു കഴിഞ്ഞു ഹല്ലേലൂയ. അടുത്ത പറയുന്നത് ആകയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ വാഗ്ദത്തങ്ങളെല്ലാം വിലയേറിയതാണ്, അതിമഹത്വം.
ദൈവത്തിന്റെ വചനത്തിൽ മഹത്വമേറിയെന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കരതായിരിക്കും. പക്ഷെ അതിമഹത്വമേറിയെന്ന് വെച്ചാൽ അതിനപ്പുറത്തേക്ക് ഇനി ഒരു വാക്കില്ല പറയേണ്ട. അതുപോലെയാണ് നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങളൊക്കെയും. ആമേൻ. ഇവയാൽ നിങ്ങൾ അത് നമ്മൾ സ്വന്തമാക്കാനായിട്ടുള്ള വഴിയാണ് ഇനി അടുത്ത പത്രോസ് പറയുന്നത്. അല്ലെ, ഇവയാൽ നിങ്ങൾ എന്താ പറയുക, ലോകത്തിൻ മോഹത്താല നാശം വിട്ടൊഴുകുകയും ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളെ തിരികിട്ടവരുന്നു. ഹാലേ. അപ്പൊ നമുക്ക് ഈ വാഗ്ദത്തങ്ങളൊക്കെ ഉള്ളവർ ഈ വാഗ്ദത്തങ്ങളൊക്കെ അനുഭവിക്കണമെങ്കിൽ ആമേൻ ഈ ലോകത്താലുള്ള മോഹം അല്ല നാശം വിട്ടൊഴിയണം. ഹല്ലേലൂയ. അപ്പൊ അതിനുവേണ്ടി ഈ ലോകത്താൽ അല്ല മോഹത്താലുള്ള നാശം, ഈ ലോകത്തിന്റെ മോഹം നമ്മളിലേക്ക്, നമ്മൾ നാശത്തിലേക്കാ പോകുന്നത്. അത് വിട്ട് ഒഴിയണം. വിട്ടൊഴിഞ്ഞിട്ട് ആമേൻ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരും. അപ്പൊ നമ്മൾ ഇത് വിട്ടൊഴിയുമ്പോൾ നമ്മൾ ദിവ്യ സ്വഭാവം, ആരുടെ ദിവ്യ സ്വഭാവം? ദിവ്യ സ്വഭാവം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സ്വഭാവം. ആ സ്വഭാവത്തിന് നമ്മൾ കൂട്ടാളികളായി തിരിയിട്ട് നമ്മൾ ഇപ്പോൾ ദൈവത്തിന്റെ സ്വഭാവത്തിലാണോ, മനുഷ്യന്റെ സ്വഭാവത്തിലാണോ, പിശാചിന്റെ സ്വഭാവത്തിലാണോ എന്നൊക്കെ നമ്മൾ നോക്കണം. നമ്മൾ എപ്പോഴും അപ്പന്റെ സ്വഭാവം അമ്മയുടെ സ്വഭാവം എന്നൊക്കെ പറയും. പക്ഷേ ഒരിക്കലും അപ്പന്റെ സ്വഭാവത്തിൽ അമ്മയുടെ സ്വഭാവത്തിലും വരാനുള്ളവരല്ല. അതൊക്കെ പഴയ പാരമ്പര്യത്തിൽ നിൽക്കും. നമ്മളിപ്പം ദൈവത്തിന്റെ സ്വഭാവത്തിന് അപ്പൊ നമ്മുടെ സ്വഭാവം ഓരോ പ്രാവശ്യം നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ മറ്റൊരാളോട് പെരുമാറുമ്പോൾ നമ്മൾ ഓരോ കാര്യം കാണുമ്പോൾ കേൾക്കുമ്പോൾ ഓരോന്ന് ചെയ്യുമ്പോൾ നമ്മുടെ ഈ സ്വഭാവം ആരുടെ സ്വഭാവത്തിന് അനുരൂപമാണെന്ന് നമ്മൾ ശോധന ചെയ്യണം. നമുക്ക് പറഞ്ഞിരിക്കുന്നതൊക്കെ ഇതിനകത്ത് കണക്ട് ആണ്. അല്ലെ, എന്നിട്ട് അമ്മയുടെ വരുന്നു അത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ചു, നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനം, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയം, ഇന്ദ്രിയജയത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സഹോദരപ്രീതിയും, നിങ്ങളുടെ സ്നേഹവും കൂട്ടിക്കൊള്ളും. അപ്പൊ കുറെ കാര്യങ്ങളാണ് പത്രോസ് അപ്പോസ്തലൻ ഇങ്ങനെ 1 by 1 ആയിട്ട് പറയാണ്. ഹല്ലേലൂയ. നിങ്ങൾ എന്ത് വേണം? അത് വിശ്വാസത്തോട് സകല ഉത്സാഹവും കഴിച്ച്, നമ്മുടെ സകല ഉത്സാഹത്തിലുണ്ട് വിശ്വാസം. നമ്മുടെ വിശ്വാസം ആദ്യം പറയും വിലയേറിയ വിശ്വാസം. ഈ വിശ്വാസത്തോടെ നമ്മുടെ വീര്യം കൂട്ടണം. അതെ, വിശ്വാസത്താലേ വീര്യം പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ. അല്ലല്ലേ, നമ്മൾ വിശ്വാസ വീരന്മാരുടെ പട്ടികയാണ്. അപ്പൊ വിശ്വാസത്തോട് ചില വീര്യം, ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ സിറ്റുവേഷൻ വരുന്ന വിശ്വാസത്തോട് പറയണം, ഇല്ല എന്റെ ദൈവം എനിക്ക് ഇത് സാധിപ്പിച്ച്. നമ്മൾ കാണും നെഹമ്യാന്റെ പുസ്തകത്തിൽ വായിച്ച നെഹമ്യ അവിടെ ചെന്നപ്പോ എല്ലാം പ്രതികൂലമായിരുന്നു. നെഹമ്യ പറഞ്ഞ സ്വർഗത്തിലെ ദൈവം എന്റെ കാര്യം സാധിപ്പിച്ച് ഞങ്ങൾ എഴുന്നേറ്റ് പണി. ഇതൊരു ഡിക്ലറേഷൻ ആയിരുന്നു. ഹല്ലേലൂയ. നെഹമ്യ അതുപോലെ തന്നെ സംഭവിച്ചു. നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു പ്രശ്നം വരുമ്പോൾ, ഒരു സിറ്റുവേഷൻസ് മോശമായിട്ട് വരുമ്പോൾ, സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമായി, നമ്മൾ എന്താ പറയുന്നത്, എന്താ വിശ്വസിക്കുന്നത്? ചിലപ്പോഴൊക്കെ നമ്മൾ വായ കൊണ്ട് പറയും, പക്ഷെ ഹൃദയത്തിൽ വിശ്വാസം ഉണ്ടാകത്തില്ല. പക്ഷെ ചിലപ്പോഴൊക്കെ വിശ്വസിക്കും, പക്ഷെ അത് ഡിക്ലെയർ ചെയ്യുക. അപ്പൊ നമ്മള് വിശ്വസിച്ചിട്ട് അതിൽ ഉറച്ചു നിൽക്കണം. പണ്ട് ഏതോ ഒരു ദേവദാസൻ മഴ പെയ്യാൻ വേണ്ടി മീറ്റിംഗ് നടത്തിയപ്പോൾ അവിടെ കടന്നു വന്ന മനുഷ്യരില് കുറച്ചു പേര് മാത്രമേ കുട എടുത്തുകൊണ്ട് വന്നു. മഴ പെയ്യാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. അപ്പൊ ദേവദാസൻ പറഞ്ഞു, കുട കൊണ്ടുവന്നവർ മാത്രം എടുക്കണം, അത് എല്ലാത്തരം ഇറങ്ങി വീട്ടിൽ പൊക്കോളാം. കാരണം ആ വിശ്വാസത്തിന് അവര് വിശ്വസിച്ചെന്താ പ്രാർത്ഥിക്കാൻ പോകുന്ന മഴ പെയ്യാൻ വേണ്ടി. അപ്പൊ ഞാൻ മഴ പെയ്യും, അതുകൊണ്ട് എനിക്ക് തിരിച്ചു വരാൻ കുട വേണമെന്നുള്ളത് വിശ്വാസത്തിന്റെ ഒരു പ്രവൃത്തിയാണ്. ഇന്ന് 90% ആൾക്കാരും കുടയുണ്ടാകത്തില്ല, അവർ മഴ പെയ്ക്കാൻ പോകും. പക്ഷേ നമ്മുടെ വിശ്വാസം അതുപോലെയൊക്കെ നമ്മളൊരു കാര്യം പറയുമ്പോൾ ഹല്ലേലൂയ ആമേൻ അവിടെ നമ്മൾ പറയേണ്ട കാര്യങ്ങൾ, എന്റെ ദൈവം ഇതെനിക്ക് പ്രവർത്തിക്കുന്ന ഉറപ്പുണ്ടെങ്കിൽ ഞാൻ ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻസിന് പോകരുത്. ഹല്ലേലൂയ. നമ്മള് ദൈവം പ്രവർത്തിക്കുന്ന പറയുകയും ചെയ്യും, നാട്ടുകാരോട് മൊത്തം ചോദിക്കുകയും ചെയ്യും. ഇതാണ് നമ്മുടെയൊക്കെ സ്വഭാവം. അപ്പൊ അതുകൊണ്ട് നാട്ടുകാരോട് മൊത്തം ചോദിച്ചുകൊണ്ടും നാട്ടുകാരെ മൊത്തം അറിയാം, അല്ലെങ്കിൽ മറ്റുള്ളവരോടൊക്കെ അതിനു വേണ്ടിയുള്ള സൊല്യൂഷൻ കണ്ടുകൊണ്ടും ദൈവം പ്രവർത്തിക്കുന്ന പറയുന്നു. അങ്ങനെ പറഞ്ഞാൽ ദൈവം പ്രവർത്തിക്കത്ത, ദൈവത്തിൽ തന്നെ പൂർണ്ണ ആശ്രയം വെച്ചു ദൈവത്തിന് വേണ്ടി തന്നെ കാത്തിരിക്കുക. അവർക്ക് വേണ്ടി ദൈവം ഇറങ്ങും പ്രവർത്തിക്കുക. ചിലപ്പോൾ ലാസ്റ്റ് മൊമെന്റിലായിരിക്കും എന്നേ ഉള്ളൂ, പക്ഷെ ആ ലാസ്റ്റ് മൊമെന്റിലാണെങ്കിൽ ദൈവം പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ പ്രവർത്തിക്കാൻ നമ്മൾ കാത്തി. ഇവിടെ പറയും വിശ്വാസം. അപ്പൊ വിശ്വാസം നമ്മൾ വീര്യം എന്ന് പറഞ്ഞ ഇതാണ് നമ്മുടെ ഹല്ലേലൂയ. എന്തൊക്കെ പ്രതികൂലമായിട്ട് നിൽക്കുമ്പോഴും നമ്മൾ വിശ്വസിക്കുന്ന ആരെയാണെന്ന് അറിഞ്ഞ് ഹല്ലേലൂയ ആ ദൈവം നമുക്കിട്ട് പ്രവർത്തിക്കുന്ന വിശ്വസിക്കുന്ന ആ വീര്യം പ്രവർത്തിക്കാൻ പറയാം. അപ്പൊ വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും. നമുക്ക് ദൈവത്തിന്റെ പരിജ്ഞാനം കൊണ്ടാണ് നമ്മള് വീര്യം പ്രവർത്തിക്കുക, വിശ്വാസം വീര്യം ഒക്കെ പറയുമ്പം മറ്റുള്ളവരോട് ചലഞ്ച് ചെയ്തിട്ട് ഈ ലോക ശത്രു പലപ്പോഴും ചിലപ്പോഴൊക്കെ നമ്മളെ കെണിയിൽപ്പെടുത്താൻ വേണ്ടി ചില വിശ്വാസം. യേശു കർത്താവിന്റെ മുമ്പിലേക്ക് വന്നിട്ട് പറഞ്ഞു, കല്ലിനോട് അപ്പവാൻ പറഞ്ഞു, നീ മനുഷ്യപുത്ര ദൈവപുത്രനെങ്കിൽ നമ്മളോടൊക്കെ പറഞ്ഞാൽ നമ്മൾ കല്ലിനെ 10 പ്രാവശ്യം അപ്പവാകും. കാരണം പിശാച് വന്ന് ചലഞ്ച് ചെയ്തൊക്കെ അല്ലേ, നമ്മൾ ദൈവത്തിന്റെ മക്കളല്ലേ.
ആരെങ്കിലും പറയണാണോന്ന്? അപ്പൊ നമ്മളോട് പിന്നല്ല ഞാൻ ദൈവത്തിന് മോളില് അല്ല എപ്പാകട്ടെ എന്ന് പറയും. അല്ല, അത് നമ്മുടെ പരിജ്ഞാനമില്ലായ്മയാണ്. ഹല്ലേലൂയ. യേശു കർത്താവിനെ കണ്ടാൽ നമുക്ക് മനസ്സിലായി, യേശു കർത്താവ് സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരിക്കലും ദൈവശക്തി ഉപയോഗിച്ചിരുന്നില്ല. വിശന്നപ്പോൾ ഉപയോഗിച്ചില്ല. ഹല്ലേലൂയ. യേശു കർത്താവ് വിശന്നപ്പോൾ ഉപയോഗിച്ചില്ല. യേശു കർത്താവിന് പത്രോസ് പറയുന്നത് ടാക്സ് കൊടുക്കണം. യേശു കർത്താവ് ദിവ്യശക്തി ഉപയോഗിച്ചില്ല. നമ്മുടെ പേഴ്സണൽ ആവശ്യങ്ങൾ പല ആഫ്രിക്കൻ പല ആൾക്കാരും പറയാറുണ്ട്, അവർക്ക് പൈസ ആവശ്യം മിറക്കിൾ മണി പോക്കറ്റിൽ നിന്ന് എടുക്കാൻ എന്താ അവർക്ക് കൊടുത്തിരിക്കുന്ന ശക്തിയെ അവര് ഹല്ലേലൂയ അവർ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. ഇത് സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ദുരുപയോഗം ചെയ്യാനുള്ളത് ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്കായി ദൈവം തന്നിരിക്കുന്നതാണ്. ദൈവത്തിന്റെ വേലയ്ക്ക് നമ്മുടെ മേൽ പകർന്നത് നമ്മുടെ ഇഷ്ടത്തിന് കച്ചവടം ചെയ്യാനുള്ളതല്ല, ഇഷ്ടത്തിന് ഉപയോഗിക്കാനുള്ളതും അല്ല. പലർക്കും ഇന്ന് ഇല്ലാത്ത പരിജ്ഞാനം അതാണ്. നമുക്ക് ഇഷ്ടമുള്ള ഒരാളുടെ ദേഹത്തേക്ക് ഞാൻ കൈവച്ചാൽ ഇത് പകരപ്പെടത്തില്ല. കാരണം ഇത് കൊടുക്കുന്നത് സ്വർഗത്തിൽ നിന്നാണ്. സ്വർഗത്തിലെ ദൈവത്തിന്റെ ഇഷ്ടത്തിനാണ് ഇത് പകരുന്നത്. നമുക്ക് അതുപോലെ സ്വർഗത്തിലെ ദൈവത്തിന് ഇഷ്ടത്തിന് പ്രവർത്തിക്കാനോ ദൈവം പറയുന്നിടത്തേക്ക് വലിയ വലിയ ആൾക്കാരുടെ അടുത്തേക്ക് പോകാനോ വലിയ സഭയിലേക്ക് പോകാനോ ആയിരിക്കത്തില്ല പരിശുദ്ധാത്മ നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത്. ചിലപ്പോൾ റോഡിൽ പോയി നിൽക്കാനായിരിക്കും. അവിടെ നിന്ന് നിർജ്ജന പ്രദേശത്തേക്ക് പോകാൻ ഫിലിപ്പോസിന് പറഞ്ഞ പോലെ നമ്മളോട് പറയും, നീ ഇപ്പൊ ആ റോഡിൽ ആ കവലക്കുള്ളിലേക്ക് ഒന്ന് ചെന്ന് നിൽക്കാൻ പറഞ്ഞാൽ നമ്മൾ ചെന്ന് നിന്നാൽ മതി, ബാക്കി ദൈവം ചെയ്യും. ഇന്ന് എത്ര പേര് ആ ശബ്ദം കേട്ട് അതുപോലെ അനുസരിക്കുന്നുണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. ഹല്ലേലൂയ. കാരണം പരിശുദ്ധാത്മ എപ്പോഴും അങ്ങനെയൊക്കെ തന്നെ സംസാരിക്കുന്നത്. പണ്ട് അപ്പോസ്തല പ്രവൃത്തിക്കകത്തൊക്കെ പരിശുദ്ധാത്മ എങ്ങനെ സംസാരിക്കും നമുക്ക് എല്ലാവർക്കും അറിയാം. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികളാണ് അപ്പോസ്തല പ്രവൃത്തികൾ എന്ന് പറയുന്നത്. അവിടെ ആ പരിശുദ്ധാത്മാവിന് ഇന്നും മാറ്റമൊന്നും വന്നിട്ടില്ല. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ പറയുന്ന അപ്പൊ വിശ്വാസത്തോട് വീര്യം, വീര്യത്തോട് പരിജ്ഞാനം, പരിജ്ഞാനത്തോട് ഇന്ദ്രിയ ചെയ്യും. അടുത്ത നമുക്ക് ഉണ്ടായിവരേണ്ട ദൈവത്തിന്റെ വിശ്വാസം നമ്മൾ വന്ന വീര്യം പ്രവർത്തിക്കണമെങ്കിൽ പരിജ്ഞാനത്തിൽ നമ്മൾ ആയിരിക്കണം. അടുത്ത നമ്മൾ ഇന്ദ്രിയ ജയം പ്രാപിച്ചവരായിരിക്കണം. കാണുന്നതെല്ലാം അതിന്റെ പുറകെ പോകരുത്, കേൾക്കുന്നതിന്റെ എല്ലാം പിന്നാലെ ഓടരുത്. ഹല്ലേലൂയ. നമുക്ക് കിട്ടുന്നതെല്ലാം വലിച്ചുവാരി തിന്നരുതെന്ന് പറയുന്ന കണക്ക് ദൈവത്തിന്റെ വചനം തന്നെ പറഞ്ഞിട്ടുണ്ട്. ദുഷ്ടന്റെ അപ്പം കഴിക്കരുത്. ഹല്ലേലൂയ. പലയിടത്തും ചെല്ലുമ്പോൾ പലർക്കും ഇന്ന് പറ്റുന്ന കാര്യം അതാണ്. വലിയ വലിയ വീടുകളിലൊക്കെ ചെന്ന് പ്രാർത്ഥിക്കാനൊക്കെ പോയിട്ട് അവര് ഒരുക്കി വെക്കുന്ന സാധനങ്ങളൊക്കെ തിന്നുന്നതിന് മുമ്പ് ഇവര് എന്ത് ആൾക്കാരാണ്, ഇവര് വിശ്വാസത്തിൽ വന്നിട്ട് വിശ്വാസം വിട്ടു നിൽക്കുന്നവരാണോ? ആണെങ്കിൽ ദൈവത്തിന്റെ വചനം എന്ത് പറയുന്നു? അവരോട് ഭക്ഷിക്കുക പോലും ചെയ്യുന്ന ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നുണ്ട് അല്ലെ? വിശ്വാസത്തിന് പിന്മാറിപ്പോയവരെ ജാതികളുടെ കൂട്ടത്തില്. അതുപോലെ ചിലര് എന്ത് ചെയ്തിട്ടാണ് ഈ സമ്പാദിച്ചു കൂട്ടിയിരിക്കുന്നത്? ഇത് വിവേചിച്ചിട്ട് വേണം വന്ന് കഴിക്കാനും കുടിക്കാനും, നമ്മൾ അവിടുന്ന് കൈനീട്ടി വാങ്ങാനും ഒക്കെ. ഹല്ലേലൂയ. അതിനാണ് ദൈവം നമുക്ക് പരിജ്ഞാനം തന്നിരിക്കുന്ന അതിൽ ഇന്ദ്രിയ ചെയ്യും നമുക്ക് ഉണ്ടാകണം എന്ന് പറഞ്ഞതുകൊണ്ട് കാണുന്നതിനെല്ലാം കണ്ണുകൊണ്ട് കാണുന്നത് പോലെ ഒന്നിനെയും ഹല്ലേലൂയ നമ്മൾ വിവേചിച്ചുകൊണ്ട് ചെല്ലരുത്. ഹല്ലേലൂയ. അപ്പൊ നമ്മള് ഇന്ന് പലപ്പോഴും ദൈവം നമ്മളെ പഠിപ്പിച്ചുള്ള കാര്യമാണ്. ഇന്ന് പെന്തക്കോസ്ത് സഭ എപ്പോഴും ഹല്ലേലൂയ ഭയങ്കര ഹല്ലേലൂയ അവര് മറ്റുള്ളവർ ഭയങ്കര എന്താ പറയാ, അവരൊക്കെ അങ്ങ് പാപികൾ, ഞങ്ങൾ മാത്രം വിശുദ്ധരെന്ന് പറഞ്ഞ് വേർതിരിക്കുന്ന ഒരു വേർതിരിവുണ്ട്. ഹല്ലേലൂയ. കർത്താവ് യേശു ക്രിസ്തു ചെയ്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ പുതിയ നിയമത്തിൽ മത്തായിയുടെ സുവിശേഷം എഴുതി തുടങ്ങപ്പോൾ ഞാൻ ഒരു ദിവസത്തെ മെസ്സേജ് അറിഞ്ഞിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 3-4 പെണ്ണുങ്ങളുടെ പേര് എഴുതി ചേർത്തിട്ടുണ്ട്. ഇന്നത്തെ സമൂഹമാണെങ്കിൽ അവരെ അടുപ്പിക്കത്ത പോലെ ഒന്ന് രാഹാബ് എന്ന വേശ്യയെ കുറിച്ച് എഴുതിയേക്കുന്നു. അടുത്ത് താമാർ, അമ്മായിയപ്പൻ എന്ന് ഗർഭം ധരിച്ച താമാറിനെ കുറിച്ച് യഹൂദ ഗോത്രം താമാറിന് ഉണ്ടായിരിക്കുന്നു. അടുത്ത് എഴുതിയേക്കുന്ന ഹല്ലേലൂയ 10 തലമുറ ദൈവസേനയിൽ ചെല്ലാൻ കഴിയത്ത രൂത്തിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അടുത്ത് എഴുതിയേക്കുന്ന ഊരിയാവിന്റെ ഭാര്യ, അവളുടെ പേര് പോലും അവിടെ എഴുതിയിട്ടില്ല. ഹല്ലേലൂയ. ഈ 4 സ്ത്രീകളെ യേശു കർത്താവിന്റെ വംശാവലിക്കുള്ളിലേക്ക് ദൈവം കൊണ്ടുവന്നെങ്കിൽ മനുഷ്യന്റെ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ അല്ല ദൈവം മനുഷ്യരെ വിലമതിക്കുന്നത് മനസ്സിലാക്കണം. ഇന്ന് നമ്മുടെയൊക്കെ കുടുംബത്തിൽ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ, നമ്മുടെയൊക്കെ പരിസരത്തല്ല, നമ്മുടെ കൂടെ സഭയിലേക്ക് അതുപോലൊരു സ്ത്രീ കയറി വന്ന എങ്ങനെയായിരിക്കും ട്രീറ്റ് ചെയ്യുന്നത്? എത്ര പേര് അവരെ പോയി കെട്ടിപ്പിടിച്ച് ക്രൈസ്തലോട് പറയും? നമ്മൾ കണ്ണുകൊണ്ട് വിധിക്കും. നമ്മൾ പറയും കാണുന്നതിനെയാണ്, നമ്മൾ പുറമേ കാണുന്നതിനെയാണ് വിധിക്കുന്നത്. ദൈവം പുറമേ കാണുന്നില്ല, ഹൃദയത്തിലുള്ള. അതുപോലെ ശമരിയാക്കാലത്ത് സ്ത്രീ ഹല്ലേലൂയ സകലരും വേശ്യ എന്ന് മുദ്ര കുത്തിയ ഒരു സ്ത്രീയാണ്. പക്ഷെ കർത്താവ് ആദ്യമേ മെശിഹ എന്ന് വെളിപ്പെടുത്തുക ആ സ്ത്രീയുടെ മുമ്പിലാണ്. കടന്നു ചെന്ന് അവളുടെ അടുക്കിലേക്ക് അന്വേഷിച്ചു ചെന്നു. കർത്താവ് പറയുന്നുണ്ട് ഹല്ലേലൂയ ഞാനാണ് മെശിഹ. മറ്റൊരിടത്ത് നമ്മൾ കാണുമ്പോൾ ഹല്ലേലൂയ കർത്താവ് അവിടെ പോയത് അവളെ കാണാൻ വേണ്ടി, അവൾക്ക് വേണ്ടി മാത്രം പോയത്. ആ കിണറ്റിന്റെ ചുവട്ടിലേക്ക് ആ സമയത്ത് ചെന്ന് അതിന് വേണ്ട ശിഷ്യന്മാരെല്ലാം ഭക്ഷണം വാങ്ങാൻ പോയപ്പോ കർത്താവ് വെയിറ്റ് ചെയ്ത് എന്തിനാ? ഇവിടെ വരാൻ വേണ്ടി. അതാ ദൈവത്തിന്റെ അപ്പൊ ദൈവത്തിന്റെ പരിജ്ഞാനം, ദൈവത്തിന്റെ ഹല്ലേലൂയ ഹല്ലേലൂയ ആ ഒരു നമ്മൾ മനസ്സിലാക്കേണ്ട, നമ്മളെ ഇന്ദ്രിയങ്ങൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ദൈവം എങ്ങനെ ഉപയോഗിച്ചു അതുപോലെ ഉപയോഗിക്കണം നമ്മുടെ ഇന്ദ്രിയങ്ങൾ.
ദൈവം കാണുന്നത് പോലെ കാണണം, ദൈവം കേൾക്കുന്ന പോലെ കേൾക്കണം. ഹല്ലേലൂയ. ഒരാളുടെ പ്രാർത്ഥന കർത്താവേ എന്ന് വിളിക്കുമ്പോൾ ആ വിളിക്കകത്തുണ്ട് അവൻ എന്ത് ഹൃദയത്തോടുകൂടി വിളിക്കുന്നത്. എൻ്റെ ഒരു പാട്ടിന്റെ ലിറിക്സ് ആണ്, കർത്താവേ എന്ന് ഞാൻ വിളിച്ചിടുമ്പോൾ എന്നുടെ ഹൃദയം നീ കണ്ടിടുന്നു, എന്നുടെ പാപങ്ങൾ ക്ഷമിച്ചിടുന്നു, നിന്നുടെ കൃപയാണ് നടത്തിടുന്നത്. കാരണം നമ്മൾ കർത്താവേ എന്ന് വിളിക്കണം, കർത്താവിനറിയാം ഞാൻ എന്ത് ഹൃദയത്തോടാ വിളിക്കും. അപ്പൊ ഞാൻ വിളിക്കുന്ന ആ പൂർണ്ണ ഹൃദയത്തോടാ വിളിക്കുന്നെങ്കിൽ ആമേ ഹല്ലേലൂയ, എന്റെ പാപങ്ങൾ ആ നിമിഷം ദൈവം ക്ഷമിച്ചു തരും. പിന്നെ ദൈവത്തിന്റെ കൃപയിൽ ദൈവം നമ്മൾ നടത്തും. ഹല്ലേലൂയ. പക്ഷെ ആ വിളിക്കുന്ന വിളി വാതരം കൊണ്ട് മാത്രമാണ്, ഹൃദയത്തിൽ നിന്നാണ് വിളിക്കുന്നത്. വിളി കേൾക്കുന്നതിന് കൃത്യമായി തിരിച്ച് നമുക്ക് ആർക്കും അത് തിരിച്ചറിയാൻ പറ്റത്തില്ല. നമ്മുടെ കർത്താവിനെ തിരിച്ചറിയാൻ കഴിയും. ഹല്ലേലൂയ. അപ്പൊ അവിടെ പറയാം ഇന്ദ്രിയജയം നമുക്ക് ഉണ്ടാകണം. എന്നിട്ട് ഇന്ദ്രിയജയത്തോട് സ്ഥിരതയും വേണം. നമുക്കൊക്കെ പലപ്പോഴും ഇന്ദ്രിയജയം എന്താ, ഇന്നിപ്പോ നമ്മൾ കണ്ണിനെ ജയിക്കും, നാളെ വീണ്ടും പോയി നോക്കും. നോ, അല്ലെ, ഇന്ദ്രിയജയം നമുക്കുണ്ട്. അത് സ്ഥിരതയോടുകൂടി ഉണ്ടാകും. എല്ലാ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു സ്ഥിരത ഉണ്ടാകണം. ഹാലി നമ്മൾ ഇന്നൊന്ന് ചെയ്ത് നാളെ വേറൊന്ന് ചെയ്യുന്നവരായി. ഇന്ന് ഇത് പറഞ്ഞിട്ട് നാളെ നമ്മൾ പലപ്പോഴും ദൈവമായിട്ട് ഉടമ്പടി വെക്കും. നമ്മളൊക്കെ എല്ലാവർക്കും സംഭവിക്കും. ഞാനൊക്കെ നമ്മൾ വചനം കേൾക്കാൻ ദൈവമായിട്ട് ഉടമ്പടിയൊക്കെ ചെയ്യും. കർത്താവ് ഞാൻ ഇന്ന് തുടങ്ങി നന്നാക്കി, ഞാൻ ഇന്ന് തുടങ്ങി ഇതെല്ലാം വിട്ടുപേക്ഷിച്ച്, ഞാൻ ഇന്ന് തുടങ്ങി ഇതൊന്നും ചെയ്യത്തില്ല എന്നൊക്കെ പറയും. പക്ഷേ 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും നമ്മൾ അതിലേക്കൊക്കെ പോകും. പക്ഷെ അത് അങ്ങനെ ചെയ്ത കാരണം ഒരു സ്ഥിരത നമുക്കുണ്ടാകണം. അല്ലെ, സ്ഥിരത. അടുത്ത സ്ഥിരതയോട് ഭക്തിയും. ഭക്തി, ദൈവത്തോട് ഭയം, സ്നേഹം, ആമേഹൽ, വിശ്വസ്തത, ഇതെല്ലാം കൂടി കലർന്നാണ് ഭക്തി എന്ന് പറയുന്നത്. ആ ഭക്തി നമുക്ക് ഉണ്ടാകണം. അല്ലെ, അങ്ങനെ അപ്പൊ ഭക്തിയോട് സഹോദര പ്രീതിയും. സഹോദരന്മാരോട് പ്രീതി. ഒരു സഹോദരൻ അല്ലെങ്കിൽ നമ്മുടെ രക്തത്താൽ, ദൈവത്തിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സഹോദരന്മാരോടൊക്കെ സഹോദരിമാരോടൊക്കെ നമ്മൾ അവർക്ക് പ്രീതി, അവരോട് സ്നേഹമുള്ളവരായില്ല. എന്നിട്ട് ആ സഹോദര പ്രീതി എന്താ പറയാ, സ്നേഹവും. അപ്പൊ സഹോദരങ്ങളോട് ഇഷ്ടം വന്നിട്ട് ആ ഇഷ്ടത്തോടുകൂടി സ്നേഹത്തോട് അവരെ സ്നേഹിക്കാൻ പഠിക്കണം. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്ന് പറഞ്ഞ കർത്താവ് പറഞ്ഞ വചനം പോലെ നമ്മൾ അവരെ സ്നേഹിക്കാനും പഠിക്കും. ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഉണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ നിങ്ങൾ നമ്മുടെ കർത്താവ് യേശുക്രിസ്തു പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്ത നിഷ്ഫലന്മാരായിട്ട് ഇങ്ങനെ ഇത്രയും കാര്യം നമ്മൾ വർദ്ധിച്ചു വരികയാണെങ്കിൽ, കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ച് പരിജ്ഞാനം, അല്ലെ, നമുക്ക് നമ്മുടെ കർത്താവിനെ കുറിച്ചുള്ള യേശു പരിജ്ഞാനം സംബന്ധിച്ചപ്പോ ആ ദൈവത്തെ കുറിച്ചുള്ള ഒരു പരിജ്ഞാനം. ആദ്യം പറഞ്ഞ തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ. അപ്പൊ വിളിച്ചവനെ കുറിച്ചുള്ള പരിജ്ഞാനം, ഇത്രയും കാര്യം നമുക്ക് പരിജ്ഞാനം ഇല്ലാത്തവരായിരിക്കത്തില്ല. നമ്മുടെ ദൈവം ആരെന്ന് തിരിച്ചറിയുന്നു, നമ്മുടെ ദൈവത്തിന്റെ പവർ എന്തെന്ന് തിരിച്ചറിയും, ദൈവത്തിന്റെ വലിപ്പം എന്തെന്ന് തിരിച്ചറിയും, ദൈവത്തിന്റെ സ്വഭാവം എന്തെന്ന് തിരിച്ചറിയും, ദൈവത്തിന്റെ ഹൃദയം എന്തെന്ന് തിരിച്ചറിയും. ഇതൊക്കെ തിരിച്ചറിയുന്നവരായി മാറും. ഇത്രയും കാര്യം നമുക്ക് ഉണ്ടായി വരാണ്. അങ്ങനെ വന്നു കഴിഞ്ഞ പിന്നെ നമ്മൾ നിഷ്ഫലന്മാരായി ഇരിക്കത്തില്ല, വെറുതെ ഇരിക്കത്തില്ല. കത്തുമുള്ള എന്റെ ദൈവത്തിന് വേണ്ടി എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം, എന്തെങ്കിലും ചെയ്യണം, എനിക്ക് ദൈവത്തിന്റെ പ്രയോജനം. ഇതിങ്ങനെ ഉള്ളിൽ കിടന്ന് കത്താൻ തുടങ്ങും. വെറുതെ എവിടെയെങ്കിലും സൺഡേ സർവീസും പോയി കൂടിയിട്ട് വെറുതെ ബാക്കിയുള്ള ദിവസങ്ങൾ വെറുതെ യൂട്യൂബും കൊണ്ട് അല്ലെ സീരിയലും കണ്ട് അല്ലെങ്കിൽ പലവിധ കാര്യം ഗോസിപ്പും പറഞ്ഞിരിക്കത്തില്ല. അല്പസമയം കിട്ടിയാൽ നമ്മൾ ദൈവത്തിന് വേണ്ടി അധ്വാനിക്കാനായിട്ട് ശ്രമിക്കും. കാരണം വെച്ചാൽ ഈ വിളിച്ചവനെ കുറിച്ച് പരിജ്ഞാനം നമ്മുടെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞു. ആ ദൈവം ആരും നമ്മൾ പലപ്പോഴും നമ്മൾ എന്തുകൊണ്ടാണ് നിഷ്ഫലന്മാരെയൊക്കെ ദൈവത്തെ കുറിച്ചുള്ള വലിയ പരിജ്ഞാനം നമ്മൾ വന്നിട്ടില്ല. ദൈവം ആരെന്ന് ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. ആരൊക്കെയോ പറഞ്ഞു തന്നൊരു ദൈവത്തെ നമുക്കറിയത്തുള്ളൂ. പക്ഷെ നമുക്ക് ആരൊക്കെയോ പറഞ്ഞ ദൈവത്തെ ഇസ്രായേൽ ജനത്തിന് പറ്റി, യഹൂദന്മാർക്ക് പറ്റി ഏറ്റവും വലിയ കുഴപ്പം അതുകൊണ്ടല്ല. അവർക്കറിയാന്ന് ആരെയും അറിയാം. അബ്രഹാമിന്റെ ദൈവം, ഇസഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവത്തെ അവർക്ക് അറിയാം. പക്ഷെ അവർക്ക് സ്വന്തമായിട്ട് ദൈവമായിട്ടൊരു ബന്ധവും ഇല്ല. അവർ ഭയപ്പെട്ടത് ആരെയും? അബ്രഹാമിന്റെ ദൈവത്തെ ഭയപ്പെട്ടു. ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം എന്ന് അവരെല്ലായിടവും പറയുന്നു. നമ്മുടെ പിതാക്കന്മാരുടെ ദൈവത്തെ അല്ല നമുക്ക് നമ്മുടെ ദൈവത്തെ നമ്മൾ തിരിച്ചറിയും. ഓരോരുത്തരും അത് രുചിച്ചറിയണം. ദൈവമായിട്ട് പേഴ്സണലായിട്ട് നമ്മൾക്ക് റിലേഷൻഷിപ്പ് ഉണ്ടാകണം. നമ്മുടെ ദൈവം ആരാണെന്ന് നമ്മൾ തമ്മിൽ എനിക്ക് എന്റെ ദൈവം ആരാണ്. ചില ആൾക്കാർക്ക് ദൈവം രോഗസൗഖ്യം കൊടുക്കുന്ന സൗഖ്യദായകനാണ്. ചില ആൾക്കാർക്ക് വിടുതലില്ലാത്ത വിഷയങ്ങൾക്ക് വിടുതൽ കൊടുക്കുന്ന ദൈവമാണ്. ചില ആൾക്കാർക്ക് എന്താ പറയാ, അവർക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ മേൽ പ്രവർത്തിക്കുന്ന ദൈവം, അല്ലെങ്കിൽ ജോലി കൊടുക്കുന്ന അങ്ങനെ അവർക്ക് അതാണ് ദൈവമെങ്കിൽ എനിക്ക് അതല്ല ദൈവം. എന്റെ ദൈവം ആരാണെന്ന് ഞാൻ ശരിക്കും രുചിച്ചറിയണം. എന്നാൽ ആ ദൈവത്തെക്കുറിച്ച് മറ്റൊരാൾക്ക് എനിക്ക് വെളിപ്പെടുന്ന ദൈവത്തിന്റെ എന്നിലുള്ള ദൈവത്തെക്കുറിച്ച് കൺസെപ്റ്റ് ആയിരിക്കും മറ്റൊരു. കാരണം എനിക്ക് എന്റെ ദൈവത്തെക്കുറിച്ച്, കർത്താവിനെ കുറിച്ച് ചോദിച്ചാൽ എനിക്ക് ഒറ്റ വാക്കി പറയാനായിട്ട് ഒന്നേ ഉള്ളൂ, എന്റെ ദൈവം സ്നേഹമാണ്. നമ്മൾ ഞാനാകുന്നു പറഞ്ഞതിന്റെ ഡെഫിനിഷൻ നമുക്കറിയാം. നമുക്ക് ദൈവം ആരാകണോ അതാകുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് അവിടെ നമുക്ക് വേണ്ടുന്നതായിട്ടല്ല, നമുക്ക് എന്താണ്
എന്ന് വേണ്ടുന്ന ആ ഫില്ലാകുന്ന, അല്ലെ ഞാനും ദൈവം ഒന്നാകുന്ന പറയുമ്പോൾ എനിക്ക് എന്താണോ വേണ്ടുന്നത്, എന്തായിട്ടാണോ ദൈവത്തെ അതായിട്ട് ദൈവം വെളിപ്പെടും. അതുകൊണ്ട് ദൈവം ക്ഷമയാണ്, ദൈവം ഇരയാണ്, അല്ലെ ദൈവം നിസ്സിയാണെന്നൊക്കെ പറയുന്നത്, അല്ലെ അത് അവർക്ക് അതായിട്ട് വെളിപ്പെട്ടുണ്ട്. അങ്ങനെ ദൈവത്തിന് ഒരുപാട് പേരുകൾ അവർ കൊടുക്കാൻ കാര്യമാണ്. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് ഇതൊന്നും അതിനകത്തൊന്നും ഒതുങ്ങത്തില്ല. ഞാൻ പറയും എനിക്ക് ദൈവം, എന്റെ ദൈവം സ്നേഹമാണ്. കാരണം ആ സ്നേഹത്തിന് അപ്പുറത്തേക്ക് ഒരു സ്നേഹം ഈ ലോകത്തിലില്ല. ഒരിക്കലും നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റത്തില്ല. ആ സ്നേഹത്തിനാണ് ദൈവം സകലം നമുക്ക് ചെയ്തത്. ഹല്ലേലൂയ. അപ്പൊ ആ സ്നേഹത്തിൽ തന്നെ നമ്മൾ ആയിരിക്കും, ആ സ്നേഹത്തെ നമ്മൾ തിരിച്ചറിയണം. ഇവിടെ ഇവിടെ പറയുന്നത്, അപ്പൊ നമ്മൾ അങ്ങനെ നിഷ്ഫലന്മാരായിരിക്കും. അതുകൊണ്ടാ ഈ പാതിരാത്രിക്കൊക്കെ എഴുന്നേറ്റിരുന്ന് നമ്മൾ പ്രാർത്ഥിക്കാനായിട്ടും ഹല്ലേലൂയ ആമേൻ ശുശ്രൂഷിക്കാനായിട്ടും ഒക്കെ ആമേൻ മനസ്സ് കാണിക്കുന്നതിന്റെ കാര്യം, എന്റെ ദൈവം ആ സ്നേഹം തിരിച്ചറിഞ്ഞതുകൊണ്ട് നമുക്ക് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അപ്പം നിങ്ങളുടെയൊക്കെ മുമ്പ് വന്നിരുന്ന ഇതുപോലെ ബൈബിളിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറയണമെങ്കിൽ അത് നമ്മൾ അതിനു മുമ്പ് ഇരുന്ന് വായിക്കണം, ഇത് മെഡിറ്റേറ്റ് ചെയ്യണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ സന്നിധി ഇരിക്കണം, അല്ലാതെ ചുമ്മാതെ വന്നിരിക്കാൻ നമുക്ക് ചുമ്മാതെ വന്നിരുന്ന് വെറുതെ ഒന്നും നോക്കാതെ വന്നിരുന്നാൽ ദൈവം തരും കേട്ടോ കൃപയാൽ, അത് വേറെ കാര്യം. പക്ഷെ എന്നിരുന്നാലും നമ്മള് എപ്പോഴും ദൈവത്തിന് എടുത്തുന്ന അങ്ങനെ മേടിക്കാതിരിക്കല്ല. നമ്മൾ ഇരിക്കുന്ന സമയം അതിനുവേണ്ടി സമയം സ്പെൻഡ് ചെയ്യണം. നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലും വന്നാലും നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മളെ ആരെങ്കിലും വിളിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക മാത്രമല്ല, അവരെ ആശ്വസിപ്പിക്കണം, അവരെ പറഞ്ഞ് ദൈവത്തിന്റെ വചനം പറഞ്ഞ് അവർ ഉറപ്പിക്കണം. അവർ ചിലപ്പോൾ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിട്ടോ പാനിക് ആയിട്ടോ ഒക്കെ ആയിരിക്കും നമ്മളെ വിളിക്കുന്നത്, എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിൽ. അപ്പൊ നമ്മൾ അവരുടെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് ദൈവത്തിന്റെ വചനത്താൽ അല്ലാതെ ആരെയും ഉറപ്പിക്കാൻ പറ്റത്തില്ല. വചനത്താലും നമ്മുടെ സാക്ഷ്യത്താലും വേണം നമ്മൾ ഉറപ്പിക്കാൻ. അങ്ങനെ നമുക്ക് വേണ്ടി പ്രവർത്തിച്ച് ദൈവത്തെ കുറിച്ച് പറഞ്ഞാൽ അവരെ ബലപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം നമുക്കുണ്ട്. കാരണം വെച്ചാൽ അതുപോലെ ആർക്കെങ്കിലും ഒരു വേദന എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്നലെ ഇതുപോലെ വലിയ സിസ്റ്ററും ജോളി ആന്റി ഒക്കെ വൈകിട്ട് എന്നെ എനിക്ക് മെസ്സേജ് അയച്ച് ഹല്ലേലൂയ എന്നിട്ട് വന്ന് ജോയിൻ ചെയ്ത് എന്റെ കൂടെ ഒന്ന് പ്രാർത്ഥിച്ചു. കാരണം നമ്മുടെ ജീവിതത്തിൽ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ അത് അവരുടെ വിഷയമായി തോന്നുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ അവർക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്ത് നമ്മൾ സാധാരണ സ്പെൻഡ് ചെയ്യുന്ന ടൈം അല്ലാതെ എക്സ്ട്രാ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും, സ്പെൻഡ് ചെയ്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം ഇതൊക്കെ എന്താ നമ്മുടെ ആ വിളിച്ചവനെ കുറിച്ചുള്ള പരിജ്ഞാനം നമുക്ക് വരുന്നുണ്ടാ വരുന്നത്. ആ ദൈവസ്നേഹം നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ദൈവം എന്താന്ന് മനസ്സിലാകുമ്പോൾ, ദൈവം നമുക്ക് എന്താ ചെയ്തതെന്ന് മനസ്സിലാകുമ്പോൾ നമുക്ക് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. ദൈവരാജ്യത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ദൈവത്തിന് വേണ്ടി എവിടെയെങ്കിലും കർത്താവ് ഒരാളെ ആശ്വസിപ്പിക്കുന്ന പോലെ ആയിരിക്കണം നമ്മൾ ആശ്വസിപ്പിക്കേണ്ടത്. അതിനുവേണ്ടി ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നു. അല്ലാതെ കുറച്ച് കാര്യം വിഷയം വെച്ച് പ്രാർത്ഥിച്ച് വിടുതൽ പ്രാപിക്കാൻ വേണ്ടി നമ്മുടെ വിഷയം കണ്ട് ഒരു പ്രാർത്ഥിക്കാനല്ല ദൈവം ആക്കിയത്. ദൈവം എന്താണോ ഭൂമിയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ദൈവം ഒരാളുടെ വിഷയം കണ്ട് എങ്ങനെയാണോ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നത് അവിടെ ഇതുപോലെ പ്രവർത്തിക്കാനുള്ള നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അടുത്ത് പറയുന്നത് സമയത്തില്ല അല്ലെ. അവർ നിഷ്ഫലന്മാരും പരിജ്ഞാന ഉത്സാഹമില്ലാതെ നിഷ്ഫലന്മാരും ആയിരിക്കില്ല. അവയില്ലാത്തവനോ, അപ്പൊ ദൈവത്തിന്റെ പരിജ്ഞാനം ഇല്ലാത്തവനെ കുറിച്ച് അവയില്ലാത്തവൻ എന്ത് പറ്റും? കുരുടനത്രേ, അവന് ഗ്രസ്വദൃഷ്ടിയുള്ള തന്റെ മുമ്പിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നവനും തന്നെ. അപ്പൊ ഗ്രസ്വദൃഷ്ടി, അവന് കാഴ്ചയിൽ ദീർഘദൂരം കാഴ്ചയില്ല. അവന് മുമ്പിലത്തെ പാപങ്ങളെ സംബന്ധിച്ച് ദൈവം എന്താ നമുക്ക് ചെയ്ത് മറന്നു പോകുന്നവനവൻ. അവനെ കൊണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പൻ. അപ്പൊ നമ്മുടെ വിളി എന്താ, തെരഞ്ഞെടുപ്പ് എന്താന്ന് നമ്മൾ ഉറപ്പാക്കിയിരിക്കണം, നമ്മൾ അറിഞ്ഞിരിക്കണം. അല്ലെ അറിഞ്ഞിട്ടില്ലെങ്കിൽ ഇന്ന് അറിയാത്ത ആരെങ്കിലും എന്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ ദൈവത്തോട് ചോദിക്കും, കർത്താവേ നീ എന്തിനാ എന്നെ വിളിച്ചത്, എന്താ എന്നെ കുറിച്ചുള്ള പദ്ധതി? ഇത് ചോദിക്കണം, ദൈവത്തോട് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കണം. അപ്പൊ വിളിയും തെരഞ്ഞെടുപ്പ് ആദ്യം ഉറപ്പാക്കണം. അത് എന്താണെന്ന് തിരിച്ചറിയണം, അത് ഉറപ്പാക്കണം. എല്ലാവരെയും വിളിച്ച ദൈവത്തിന് ഒരു പർപ്പസ് ഉണ്ട്. വെറുതെ ആരെയും വിളിച്ചിട്ടില്ല ദൈവത്തിന് മിസ്റ്റേക്ക് പറ്റിയിട്ടൊന്നുമില്ല. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാൾ ഇടറിപ്പോ നമ്മുടെ കർത്താവും രക്ഷിതാവും യേശുക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളം. ഇങ്ങനെ ചെയ്താൽ നമ്മൾ ഒരു നാൾ ഇടറിപ്പോകത്തില്ല. ഇടറിപ്പോ എന്ത് വേണം? ആമേൻ ഹല്ലേലൂയ. ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. ഇത്രയും ചെയ്താൽ നിത്യതയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാത്തവരാണ് വെറുതെ എന്നെ ദൈവം വിളിച്ചത്, ഞാൻ വിശ്വാസമായിട്ട് ഇരുന്നോളാം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന നിത്യത ലഭിക്കുമെന്ന് എനിക്കറിയാം. ഈ ലോകത്ത് ചിലപ്പോൾ സ്ഥാനമൊക്കെ സഭയിൽ അംഗത്വം കിട്ടും, പോകാം, ആരാധിക്കാം, കർത്തൃമേശയെടുക്കുക, ഇതൊക്കെ ചെയ്യാം. പക്ഷെ നിത്യതയിലേക്ക് കടക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. കാരണം ദൈവത്തിന്റെ വചനം അങ്ങനെ പഠിപ്പിക്കുന്നില്ല. വെളിപ്പാട് പുസ്തകത്തിൽ പലയിടത്തും നമ്മൾ വായിക്കും, പേര് നീക്കിക്കളയും, പേര് മായ്ച്ചുകളയും, വെള്ള ഉടുപ്പ് കിട്ടിയാൽ എന്താ പറയാ കല്ല് വെച്ച പുതിയ പേര്, ഇങ്ങനെ പലതും ലഭിക്കാനുള്ള ലഭിക്കത്തില്ലാത്ത ചാൻസ് ഉണ്ട്. അത് നീക്കിക്കളയുമെന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടാൽ നിത്യതയിലേക്ക് കടന്നു പോകാൻ ആരും വിചാരിക്കണ്ട. ഞാൻ കുറച്ചും കൂടെ കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ ഇവിടെ ഈ പത്രോസ് ലേഖനത്തിൽ ഈ ഒന്നുകൂടി 11 വാക്യം വായിച്ചിട്ട് പത്രോസ് പറഞ്ഞു നിർത്തുന്ന നിത്യതയിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കുന്നത് നിങ്ങൾ ഇങ്ങനെയാണെങ്കിൽ.
ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ നിത്യതയാണ് നമുക്ക് ഏറ്റവും വലുത്. അല്ല, ഈ ലോകത്തിലുള്ള എന്തൊക്കെ നേടിയെന്ന് പറയും നിത്യത നഷ്ടമായി കഴിഞ്ഞാൽ അതുകൊണ്ട് ഒരു പ്രയോജനമില്ല. അതുകൊണ്ട് നമ്മൾ നിത്യതയ്ക്കായി ദൈവത്തിന്റെ വരവെങ്കിലേക്ക് എടുക്കപ്പെടേണ്ടവരായ കാഹള ശബ്ദം കേൾക്കെ ഉയർത്തെഴുന്നേൽക്കേണ്ടവരായ വേണ്ടി നമ്മൾ നമ്മളെ തന്നെ ഓരോ ദിവസം ശുദ്ധീകരിക്കാം. ദൈവം സൽഗുണപൂർണ്ണരായി നമ്മൾ സൽഗുണപൂർണ്ണരായി മാറാം. ദൈവത്തിന്റെ പരിജ്ഞാനത്തിനനുസരിച്ച് ദൈവം നമ്മളെ വിളിക്കനുസരിച്ച് തെരഞ്ഞെടുപ്പിനനുസരിച്ച് നമുക്ക് വളർന്നു വരാം. ദൈവത്തിന്റെ എത്രയൊക്കെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തെന്ന് പറഞ്ഞാലും നിത്യത നഷ്ടപ്പെടുത്തിയാൽ അതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല. അതുകൊണ്ട് കർത്താവിന്റെ വചനത്തിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതുപോലെ നമുക്ക് ഒരുങ്ങാം. ആമേൻ. കർത്താവിന്റെ വരവിനായി കാത്തിരിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലെസ് യു.